ദൈവകൃപ നിറഞ്ഞവരെ, ദൈവാനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ചൊരിയപ്പെടട്ടെ. സങ്കീർത്തനം 56 4 വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ഈ വചനത്തിന്റെ അവസാനം ഒരു ക്വസ്റ്റ്യൻ ആണ്. മർത്യന്, അതായത് മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക. ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിച്ചാൽ, അതായത് ഭയമില്ലാതെ ദൈവം കൂടെയുണ്ട്, വിശ്വാസത്തോടു കൂടി ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചാൽ മനുഷ്യന് എന്നോട് എന്താണ് ചെയ്യാൻ കഴിയുക? മനുഷ്യന് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. അതാണ് ഉത്തരം. കാരണം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും എൻ്റെ ദൈവമായിരിക്കും ക്രമീകരിക്കുക. അതാണ് ഈ വചനത്തിലൂടെ സ്പഷ്ടമാകുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം. നമ്മുടെ ദൈവത്തോടുള്ള വിശ്വാസത്തിൻ്റെ ആഴം, വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം, ആ വിശ്വാസത്തിലുള്ള ജീവിതത്തിൻ്റെ പ്രതിഫലനമാണ് ഈ ഒരു വചനം. ഈ ഒരു വചനത്തിലൂടെ കർത്താവിൻ്റെ, ദൈവത്തിൻ്റെ, നമുക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും വളരെ പ്രധാനമായിട്ട് എടുത്തു പറയുന്നുണ്ട് സങ്കീർത്തകൻ. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയുന്നുണ്ട്: നിർഭയനായിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതാണ്. അതായത് സങ്കീർത്തകൻ ഭയക്കുന്നില്ല ദൈവത്തെ. കാരണം വിശ്വാസത്തിലും തീഷ്ണതയിലും ദൈവത്തോട് ആഴമായ ബന്ധം പുലർത്തിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോഴാണ് സങ്കീർത്തകൻ പറയുന്നത്, മനുഷ്യന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഒരു മേഖലകളിലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ നീതിനിഷ്ഠനാണ്, ഞാൻ നീതിനിഷ്ഠ ജീവിതമാണ് നയിക്കുന്നത്. ഞാൻ ആരെ ഭയപ്പെടണം? ഒരു മനുഷ്യനെ ഞാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിലുള്ള ആശ്രയം മതി. എനിക്ക് ഒരു ഉത്കണ്ഠയോ ഒരു ആകുലതയോ ഉണ്ടാവുകയില്ല. വെറും മനുഷ്യർക്ക് എന്നോട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഈ വചനത്തിലൂടെ നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുക, അത് വളരെ പ്രധാനമാണ്. ഈ വചനം തന്നെ നമ്മൾ വായിച്ചപ്പോൾ നമുക്ക് ഒരു ആശ്വാസം ലഭിച്ചു. കാരണം ദൈവം നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആ ശക്തമായൊരു സന്ദേശം നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങി. ആദ്യമായി തന്നെ ദൈവവചനത്തിൽ ആശ്വാസം കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ വചനത്തിലൂടെയുള്ള സന്ദേശം. രണ്ടാമതായി നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ സ്വഭാവം. അതായത് ദൈവത്തിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ദൈവം വാഗ്ദാനത്തിൽ വിശ്വസ്തനാണ്. വാഗ്ദത്തം ചെയ്താൽ അത് വാക്ക് പാലിക്കുന്ന ദൈവമാണ്. നമുക്ക് സുവിശേഷങ്ങളിലൂടെയും അതുപോലെ തന്നെ പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെയെല്ലാം കാണാൻ സാധിക്കും കൃത്യമായിട്ടുള്ള ഇതിനുത്തരം. കാരണം വാഗ്ദത്തം ചെയ്ത ദൈവം ഒരിക്കലും വാക്കുമാറുകയില്ല. ഭയപ്പെടേണ്ട എന്ന് നമ്മോട് എടുത്തു പറയുന്ന ദൈവം നമ്മുടെ സംരക്ഷകനായതുകൊണ്ട് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സംരക്ഷകനായ ദൈവം ആയതുകൊണ്ട് മാത്രമാണ് ദൈവം പറയുന്നത്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ തന്നെയുണ്ടെന്ന്. എല്ലാ പരമാധികാരം, എല്ലാ നാമത്തേക്കാളും അതിശ്രേഷ്ഠമായ നാമം, ആ ദൈവത്തിൻ്റെ ആ പരമ അധികാരം താരതമ്യം ചെയ്യുമ്പോൾ, മനുഷ്യനുമായി താരതമ്യം ചെയ്യുമ്പോൾ മനുഷ്യൻ ആരാണ്? മനുഷ്യശക്തി എന്താണ്? വെറും ഒരു ദാനം മാത്രം, അതും ദൈവത്തിൻ്റെ ദാനം. അതിലോ പരിമിതികൾ തീർച്ചയായും ഉണ്ട്. ആ പരിമിതികൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. ഇന്നത്തെ ഈ വചനത്തിലൂടെ നമുക്ക് ദൈവം നൽകിയ സന്ദേശം വളരെ വലുതാണ്. പ്രാർത്ഥനയിലും അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിൻ്റെ സംരക്ഷണവും കരുതലും എപ്പോഴും നമ്മോട് കൂടി ഉണ്ടാകും. ഇതാണ് നമുക്ക് നൽകുന്ന സന്ദേശം. ഇന്നു മുതലുള്ള നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവവുമായി ഐക്യപ്പെടുവാനും അതുപോലെ അവിടുത്തെ സംരക്ഷണം എപ്പോഴും നമ്മോട് കൂടി ഉണ്ടാകുവാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യരല്ല എനിക്ക് പ്രധാനം, ദൈവമാണ്. മനുഷ്യരെയല്ല ഞാൻ ആശ്രയിക്കേണ്ടത്, ദൈവത്തെയാണ് ഞാൻ ആശ്രയിക്കേണ്ടത്. ദൈവം എന്നെ വഴി നടത്തും. എൻ്റെ എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ കരുതലും സംരക്ഷണവും എപ്പോഴും ഉണ്ടാകും. ആ ഒരു തീഷ്ണതയിൽ നമുക്ക് ഇനി മുന്നോട്ട് ജീവിക്കാം. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.